ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ലിപ്സ്റ്റിക്ക് പരിചയപ്പെടുത്താനാണ്. പ്രൊമോഷൻസോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ലിപ്സ്റ്റിക്ക് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തണം എന്ന് എനിക്ക് തോന്നി. മേ ബി നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഒന്നുകൂടെ നിങ്ങളിത് കേക്ക് പ്ലീസ്. ഓക്കെ, അപ്പം അതിന് മുന്നേ ഈ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിന് അതൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് മാത്രമല്ല. ആക്ച്വലി ഈ ലിപ്സ്റ്റിക്കും പെർഫ്യൂമും ഒക്കെ നമുക്കൊരു കോൺഫിഡൻസ് തരുന്നൊരു ഒരു ഫാക്ടർ കൂടെയാണ്. അപ്പം എന്നെ ചൂടല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ക്വീൻ ഓഫ് മെയ്ഡ്സ് എന്നുള്ള ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റിയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും, നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലിരിക്കട്ടെ എൻ്റെ ഒരു വക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ടപ്പം എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് ഈ ക്വീൻ ഓഫ് മെയ്ഡ്സ് മാർസിൻ്റെ. അതിൽ എനിക്ക് 3 ഷെയ്ഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ യൂണിവേഴ്സൽ ഏസ് 12 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്, ചെസ്റ്റ്നട്ട് സ്വേൾ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്, എസ്പ്രസോ സ്യൂട്ട് 11 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡ്. ഇതിൽ എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് ഈ യൂണിവേഴ്സൽ ഏസ് 12. നമുക്കിൻ്റെ പേരൊന്നും അറിയത്തില്ല, നമുക്ക് കളർ മാത്രമേ അറിയത്തുള്ളൂ. എനിക്കിത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി എൻ്റെ സ്കിൻ ടോൺ എൻ്റെ സ്കിൻ ടോണിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ബട്ട് എൻ്റെ സ്കിന്നിന് ഈ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വേണ്ടിയിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ ലിപ് ലൈനറൊന്നും വെച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയത്തില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോഴോ അല്ലെങ്കിൽ എന്നെ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് മേക്കപ്പ് എന്നൊരു സാധനം കണ്ണെഴുതറിയാൻ പൊട്ടുപൊത്തറിയാൻ ലിപ്സ്റ്റിക് ഇടാൻ. ഇതാണ് എൻ്റെ മേക്കപ്പ്. ഇതാണ് ഷെയ്ഡ്. ഓക്കെ, അപ്പം ഇതിടുമ്പോൾ എൻ്റെ ഫേസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം കാണുന്നത് നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഇഷ്ടപ്പെടും എൻ്റെ ലിപ്സിൽ വെച്ചിട്ട് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ച് എൻ്റെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയി. എന്നാൽ ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുത്തിടാം. എൻ്റെ 3 ഷെയ്ഡ് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ഈ 3 ഈ ഒരു യൂണിവേഴ്സൽ ഏസ് എന്ന് പറഞ്ഞിട്ട് 12 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും പോയി വാങ്ങിക്കുക. ഇതിൻ്റെ ലിങ്ക് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, കാരണം എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം ഈ ഒരു സ്കിൻ ടോൺ ഉള്ള ഗേൾസ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇടണം അല്ലെങ്കിൽ വാങ്ങണമെന്ന് തോന്നുവാണെങ്കിൽ അത് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നി. ആൻഡ് ഗായ്സ്, ഒരു കാര്യം കൂടെ, ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ് കേട്ടോ. കേസ് പ്രൂഫ് ആണ്, പക്ഷേ നമുക്ക് കാര്യമില്ല. എന്തായാലും ട്രാൻസ്ഫർ പ്രൂഫാണ്. നിങ്ങൾക്ക് കുറച്ച് നേരം നമ്മുടെ ചുണ്ടിൽ കിടക്കും. ചെസ്റ്റ്നട്ട് സ്വേൾ 10 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡിൻ്റെ ഒരു കളറ്, എസ്പ്രസോ സ്യൂട്ട് 11 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഭയങ്കര ഡാർക്ക്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. കുറച്ചും കൂടെ ബോൾഡൊക്കെ ആയിട്ടുള്ള ലിപ് കളർ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ആയിരിക്കും. എന്തൊക്കെയല്ലേ പറയുന്നത്. ഇത് കുറച്ച് ഡാർക്ക് കളറാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എൻ്റെ യൂണിവേഴ്സൽ ഏസ് 12 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫ് ആണ്, എന്തൊക്കെ പിന്നെ പറയാറ്, അങ്ങനത്തെ പ്രൂഫുകളാണ്. എനിവേ, ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണം തോന്നുവാണെങ്കിൽ വാങ്ങിക്കുക. എൻ്റെ പോലത്തെ ഒരു സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ ഈ ഒരു ഫസ്റ്റ് വൺ അല്ലെങ്കിൽ ഈ 3 ഷെയ്ഡും ഒക്കേഷണലി 3 ഷെയ്ഡും നല്ലത് തന്നെയായിരിക്കും. ക്വീൻ ഓഫ് മെയ്ഡ്സ് നല്ല ഡ്രസ്സില്ലേ കാണാനും ഒരു ബോക്സിൽ. സോ അത്രയോളത്തെ വീഡിയോ. ബൈ.